ما كانوا يعملون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الحمد لله. ഇങ്ങനെ ഒരു മജ്‌ലിസിൽ വളരെ അവിചാരിതമായിട്ടാണ് സംവദിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ട സഖാഫി വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു മജ്‌ലിസ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. വെള്ളാമ്പറവുമായുള്ള എൻ്റെ അഭേദ്യമായ ബന്ധം 1991 മാർച്ച് 24-ാം തീയതിയാണ് ഞാൻ വെള്ളാമ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഖതീബായി ജോലിയേൽക്കുന്നത്. പിന്നീട് 7 വർഷം തുടരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഭാഗം അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നില്ല. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അക്കാലത്ത് നമ്മുടെ പള്ളിയുടെയും മദ്രസയുടെയും മറ്റുമൊക്കെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന നമ്മുടെ അലവി ഹാജി ഒക്കെ അടക്കമുള്ള പല ആളുകൾ അല്ലാഹു തആല എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ അടുത്ത് നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു മരണമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ അബ്ദുൽ ലത്തീഫിന്റെ മകൻ, എൻ്റെ അടുക്കൽ മദ്രസയിൽ പഠിച്ച പ്രിയപ്പെട്ട ഷബീർ. ആ കൂട്ടുകാരന്റെ യോഗം അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അതുകൊണ്ടൊരു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നേരത്തെ വിളിച്ചു കൊണ്ടുപോയത്. അല്ലാഹു തആല കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ. അതുപോലെ അന്ന് പഠിച്ചിരുന്ന 2 മക്കളുടെ ഉപ്പയായ വാക്കടയിൽ ഈരാങ്ക ഈ അടുത്ത് മരണപ്പെട്ടു എന്നറിഞ്ഞു. അല്ലാഹു തആല ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ദിക്റിൽ തുടങ്ങി ദിക്റിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് ഈ ജീവിതം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ദിക്റിലാണ് തുടങ്ങുന്നത്. അത് ദിക്റിലാണ് അവസാനിക്കേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ബാങ്ക് കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞ ആ ജലാലത്തിന്റെ ഇസ്മിന്റെ മധുര ധ്വനിയാണ് ആദ്യമായി നമ്മൾ കേൾക്കുന്ന വാക്ക്. അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഏത് സാഹചര്യം പ്രതികൂലമായാലും ആ വാക്ക് നമ്മുടെ മക്കളെ നമ്മൾ കേൾപ്പിച്ചിരിക്കണം. അതിനനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ഹോസ്പിറ്റലുകളിൽ പ്രസവം നടക്കുമ്പോൾ അത് നടക്കില്ല, അങ്ങനെ നമുക്ക് പറ്റില്ല, അവരുടെ സംസാരങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞ് കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടൂ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ അവിടെയും അത് സാധ്യമാക്കുന്ന തരത്തിലുള്ള പല വഴികളും ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ നമ്മുടെ ജീവിതം മുഴുക്കെ ദിക്റാണ്. അത് അവസാനിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹ് എന്ന് പറഞ്ഞ അതേ വാക്കിലാണ്. തുടങ്ങിയ വാക്കിൽ അവസാനിക്കുന്ന, തുടങ്ങിയ ദിക്റിൽ അവസാനിക്കുന്ന ഒരു സംഗതിയാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ അള്ളയിൽ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ കലിമയുടെ അല്ലാഹ് എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ സമയപരിധിയാണ് ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിത കാലയളവ്. ബാങ്ക് ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് അവസാനിക്കുന്നത്. അതേപോലെയാണ് നമ്മുടെ ജീവിതം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അള്ളയിൽ തുടങ്ങി അള്ളയിൽ അവസാനിക്കണം. അതിൻ്റെ ഇടയിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മൾ സജീവമാക്കേണ്ടുന്ന ഭാഗങ്ങൾ. അതേതൊക്കെയാണ്? ഒരു ബാങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വീണ്ടും പോകും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളാണ് ആദ്യത്തെ അള്ളയും അവസാനത്തെ അള്ളയും വരുന്നതിന്റെ ഇടയിലുള്ള നമ്മുടെ ഈ ജീവിതകാലം കൊണ്ട് നമ്മൾ സാർത്ഥകമാക്കി കൊണ്ടുവരേണ്ടതെന്ന് മാത്രം ഹ്രസ്വമായി ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ വേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിലെ അല്ലാഹ് എന്ന് പറഞ്ഞ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ നാമം ഇന്ന് നമ്മൾ ചൊല്ലിയ ഈ റാത്തീബിന്റെ ഭാഗങ്ങളിലൊക്കെയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന് പറഞ്ഞ ആ വാക്ക്, അത് നമ്മുടെ ജീവിതത്തിൽ ലയിപ്പിക്കുന്ന വിധത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറുതല്ലാത്ത വലിയ ഒരാശയവും ഒരു വലിയ സന്ദേശവുമൊക്കെ നമുക്ക് നൽകുന്ന ഒന്നാണ് അല്ലാഹ്. അത് നമുക്ക് ഉൾക്കൊണ്ട് പറയാൻ സാധിച്ചാൽ നമ്മൾ കേവലം നാവുകൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും പറയുന്നതിനപ്പുറമായി മനസ്സുകൊണ്ട് നമുക്ക് അല്ലാഹ് എന്ന് പറയാൻ സാധിച്ചാൽ കൂടുതൽ പ്രാവശ്യം പറയേണ്ടതില്ല. ഒരൊറ്റ പ്രാവശ്യം മനസ്സുകൊണ്ട് അല്ലാഹ് എന്ന് പറയാൻ പറ്റിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അർത്ഥവത്തായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഒന്നാമത്തെ ആയത്താകുന്ന ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണല്ലോ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഉൾക്കൊള്ളുന്ന അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ബിസ്മി എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതെവിടെയൊക്കെ ഉച്ചരിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടങ്ങളിലൊക്കെയും വിജയം കുറിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഫറോവ നമ്മൾ കേട്ട ഏറ്റവും വലിയ ധിക്കാരിയാണ്. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ എതിരാളി. അല്ലാഹുവിന് പകരമായി ഞാനൊരു ഇലാഹാണെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച അനറബ്ബുക്കുമുൽ അഅ്ല, ഉന്നതനായ സൃഷ്ടാവ് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണ് ഫറോവ. അത്രയും വലിയ ധിക്കാരിയാണ്. അവന്റെ ആ വാദത്തിന്റെ മുമ്പ് അവന്റെ വീടിന്റെ മുകളിൽ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫറോവയുടെ വീടിന്റെ കവാടത്തിൽ അവനിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല തവണ അല്ലാഹുവിനോട് ഈ ഫറോവയെ ഒന്ന് നശിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. വല്ലാത്ത പ്രയാസത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളും ഇവനെ കൊണ്ട്. എന്നാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ ഉപജ്ഞാതാവായ അല്ലാഹു തആല, ആ അല്ലാഹുവിന് ഇവനെ നശിപ്പിക്കാൻ ഒരു പണിയുമില്ല. മൂസാ നബിയെ പ്രവാചകനായി നിയോഗിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനോട് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല തവണ പറഞ്ഞു ഫറോവയെ ഒന്ന് നശിപ്പിക്കണമെന്ന്. പക്ഷേ അപ്പോഴൊക്കെയും അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. മൂസ, നിങ്ങൾ നോക്കുന്നത് അവനിലുള്ള ദൈവനിഷേധത്തിലേക്കാണ്, എന്നാൽ ഞാൻ നോക്കുന്നത് അവന്റെ വാതിലിലേക്കാണ്.
നിങ്ങൾ ഞാനാണ് റബ്ബെന്ന് പറയുന്ന അവന്റെ കുഫറിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. എന്നാൽ ഞാൻ നോക്കുന്നതോ, ഞാൻ അവന്റെ വാതിലിൽ അവൻ എഴുതി വെച്ചിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ എൻ്റെ നാമത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന വിധത്തിൽ എനിക്കവനെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അല്ലാഹ് എന്ന നാമം ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വലിയ നാമത്തിന്റെ സാന്നിധ്യം അവന്റെ കവാടത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവൻ തൗഹീദിലേക്ക് മാറിയത് കൊണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ ഈ വാക്കുകളൊക്കെ, ഈ ബിസ്മില്ലയെ ഭക്ഷണമാക്കുകയും അതിനെ വെള്ളമാക്കുകയും അതിനെ ജീവവായുവാക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിലുണ്ടായിരുന്ന ഒരു വലിയ മനീഷി, ഒരു മഹാമനീഷി, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴും നോമ്പ് അനുഷ്ഠിക്കുന്ന അത്താഴ സമയത്തും അദ്ദേഹം തൻ്റെ മടക്കി വെച്ച കുപ്പായത്തിന്റെ കപ്പിൽ നിന്ന് എന്തോ ഒരു പേപ്പർ എടുത്തൊന്നിങ്ങനെ നോക്കും. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വേറെ ഒന്നും അയാൾ അകത്തേക്ക് വിടുന്നില്ല. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ നമുക്കറിയാം ആ സമയത്തുള്ളൊരു ധൃതി. എന്തൊക്കെയാ കഴിക്കേണ്ടത്? ബത്തക്കയാണോ കഴിക്കേണ്ടത്? വെള്ളാണോ കുടിക്കേണ്ടത്? ഈത്തപ്പഴമാണോ കഴിക്കേണ്ടത്? പലപ്പോഴും ഈത്തപ്പഴം കഴിക്കാൻ പല ആളുകളും ബത്തക്കന്റെ സാന്നിധ്യത്തിൽ മറക്കാറുണ്ട്. കാരണം ഒന്നാം സ്ഥാനം ബത്തക്കാ കൊടുക്കാറുള്ളത്. അപ്പൊ അത്രയും നമ്മൾ വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ വ്യഗ്രതപ്പെടുന്ന ഒരു സമയം. അങ്ങനത്തെ ഒരു സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും? നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ കുപ്പായത്തിന്റെ മടക്കി വെച്ച കപ്പൊന്നിങ്ങനെ നിർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണം, അതിൽ അദ്ദേഹം സൂക്ഷിച്ച ഒരു കഷ്ണം എടുത്ത് അതിലേക്ക് ഇങ്ങനെ നോക്കും. അത് അവിടെ തന്നെ മടക്കി വെക്കും. അതാണ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം. അത്താഴ സമയത്തും അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം അതെടുത്ത് അതിലേക്കൊന്നിങ്ങനെ നോക്കും. അതുമാത്രം. എന്നാൽ എന്താണ് ഈ കടലാസിൽ ഉള്ളത് എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആരും ധൈര്യപ്പെട്ടില്ല. അദ്ദേഹം വഫാത്തായപ്പോ ആളുകള് ആ കഷ്ടത്തിൽ ഉണ്ടായിരുന്ന സാധനം എന്താണ് എന്നൊന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുപ്പായക്കപ്പ് മടക്കി നിവർത്തി അതെടുത്തു നോക്കുമ്പോ അതിലെഴുതി വെച്ചിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അത്ഭുതസ്തബ്ധരായിപ്പോയി ഈ ആളുകളൊക്കെ. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് ഒരു വിളിയാളം, നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല, ഞാൻ എൻ്റെ അല്ലാഹ് എന്ന് പറഞ്ഞ നാമം, എൻ്റെ റഹ്മാൻ എന്ന് പറഞ്ഞ നാമം, എൻ്റെ റഹീം എന്ന് പറഞ്ഞ നാമം, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് നിഅ്മത്തുകൾ, ഒരുപാട് ഉദവികളും ഉയർച്ചകളുമൊക്കെ ഞാൻ ഇതിലൂടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വിളിയാളം ഉണ്ടാവുകയും ചെയ്യുകയാണ്. എന്തു വേണം? അല്ലാഹ് എന്ന് ഖൽബ് കൊണ്ട് പറയാൻ സാധിക്കണം. അല്ലാഹ് എന്ന് ഉൾക്കൊണ്ട് പറയാൻ സാധിക്കണം. അങ്ങനെ ഉൾക്കൊണ്ട് പറയാൻ സാധിച്ചാൽ അത് മതി ഭക്ഷണമായി, അത് തന്നെ മതി വെള്ളമായി, അത് തന്നെ മതി ജീവവായുവായി, അത് തന്നെ മതി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ജീവിത വിജയത്തിന്റെ നിമിത്തമായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇത്തരം മഹത്തായ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലാഹ് എന്ന് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരും മഹാരഥന്മാരുമായ നമ്മുടെ പൂർവികരായ ആളുകളും ജീവിച്ചിരിക്കുന്ന സൂഫി വര്യന്മാരുമൊക്കെ അല്ലാഹ് എന്ന് പറയുന്നത് പോലെ ഒരിക്കലെങ്കിലും പറയാനുള്ള ഒരു യോഗ്യത നേടാൻ നമ്മൾ ആഗ്രഹിക്കണം. റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ അല്ലാഹുവിനെ ജീവിതാരംഭം മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയ ആ അല്ലാഹുവിനെ ജീവിതത്തിന്റെ അവസാന വാക്കും അതായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലാഹുവിനെ, ആ അല്ലാഹുവിനെ നമ്മൾ കാണാൻ വല്ലാതെ കൊതിക്കണം, കാണാൻ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കണം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. പരിശുദ്ധമായ ഖുർആനിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ
അങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ, അവർക്കാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്ന്. മുഅ്മിനായ മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ പറയേണ്ട മറുപടി, ഞാൻ എൻ്റെ സൃഷ്ടാവിനെ കാണാൻ വേണ്ടി ജീവിക്കുന്നു എന്നാണ്. നിന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടുന്ന മറുപടി എന്താ? എനിക്കെൻ്റെ സൃഷ്ടാവിനെ കാണുക എന്നുള്ളതാണ്. മരണാനന്തരം നിങ്ങൾ കൊതിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സ്വർഗമെന്നല്ല മറുപടി, സ്വർഗമെന്നല്ല മറുപടി. പിന്നെയോ എനിക്കെൻ്റെ റബ്ബിനെ കാണുക, അതിന് സാധിക്കണം എന്നുള്ളതായിരിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ മറുപടി. പിന്നെ സ്വർഗം എന്നുള്ള മറുപടി വരുന്നത് എവിടെയാണെന്നറിയുമോ? നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാളെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി, അയാളുമായി ഒന്ന് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ വരുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു VIP-യോ VVIP-യോ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ കാണാൻ നമ്മൾ സാധാരണ ഒരു ഇടത്തേക്ക് ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക്, സാധാ ഒരു ഹോട്ടലിലേക്കൊന്നും ക്ഷണിച്ചാൽ അയാളെ കിട്ടില്ല. അത്രയും വലിയ സംവിധാനങ്ങളുള്ള ഒരിടത്തേക്ക് നമ്മൾ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വാഹനം ആ ഹോട്ടലിന്റെ, പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പുറത്ത് നിർത്തി നമ്മൾ അകത്തേക്ക്, അദ്ദേഹമുള്ള ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനമുണ്ട്, ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്, കാണാൻ ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ അവിടേക്കൊന്നും നോക്കുന്നില്ല, അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ വന്നത് ഈ ഹോട്ടലിലെ ഉദ്യാനം കാണാനല്ല, ഇവിടുത്തെ മറ്റു സംവിധാനങ്ങൾ കാണാനല്ല. പിന്നെയോ നമ്മുടെ ലക്ഷ്യം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലക്ഷ്യം വെച്ച ഒരു വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വത്തെ കാണാനാണ്. അതുകൊണ്ട് മറ്റൊന്നും നമ്മുടെ അജണ്ടയിലില്ല. ഇതുപോലെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. സ്വർഗം കാണാനല്ല, അല്ലെങ്കിൽ സ്വർഗത്തെ ആസ്വദിക്കാനല്ല, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിൽ ഉല്ലസിക്കാനല്ല. പിന്നെയോ സ്വർഗത്തിൽ നമുക്ക് കാണാനുള്ളൊരു വ്യക്തിത്വമുണ്ട്. അതാരാണ്? അല്ലാഹ്, നമ്മുടെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ കാണുക എന്നുള്ള ലക്ഷ്യമാകണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. യജമാനനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവനെ കാണുന്നതിന് വിഘാതമായി എന്തൊക്കെ ഹറാമുകൾ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ, അല്ലാഹു തആല അതൊക്കെ മായ്ച്ചു തന്ന് അല്ലാഹുവിനെ കാണാനുള്ള യോഗ്യതയുള്ള കണ്ണുകളായി അല്ലാഹു തആല നമ്മുടെ കണ്ണുകളെ കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതകാലത്ത് മുഴുവനും ആ സൃഷ്ടാവിൽ നമ്മൾ വിലയം പ്രാപിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും, ഇപ്പൊ നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ആളുകൾ, നേരിട്ട് പറഞ്ഞവരും പറയാത്തവരുമായി ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള വിഷമങ്ങൾ, ഷുഗർ കൊണ്ടും പ്രഷർ കൊണ്ടും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൊണ്ടും, അതുപോലെ അർബുദം കൊണ്ടും, അറ്റാക്ക് കൊണ്ടും, പല പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായ ആളുകൾ, ഓപ്പറേഷൻ കഴിഞ്ഞവരും ഓപ്പറേഷൻ വിധിക്കപ്പെട്ട ആളുകളും, അങ്ങനെ പല സെക്കൻഡുകളും പ്രയാസത്തോടുകൂടെ കടന്നു പോകുന്ന ആളുകൾ പലരും ഈ സദസ്സിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ശിഫാഅ് നൽകുമാറാവട്ടെ. നമ്മൾ ആദ്യവും അവസാനവും നമ്മൾ കാണേണ്ടതും വിളിക്കേണ്ടതും അല്ലാഹ് എന്ന് പറഞ്ഞ ഒരു നാമത്തെയാണ്. അതിനുശേഷമാണ് നമ്മൾ എവിടെയും പോകേണ്ടതും ആരെയും നമ്മൾ വിളിക്കേണ്ടതും. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യർ എത്തിപ്പെടുന്നത്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അതൊരു വൈരുദ്ധ്യമാണ്. നമ്മൾ ഒരുപാട് മരുന്ന് കഴിക്കണ്ടെന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. മരുന്ന് കഴിക്കണം, ചികിത്സിക്കണം, ഡോക്ടറെ കാണണം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന പഥ്യങ്ങൾ പാലിക്കണം, മരുന്ന് യഥോചിതം കഴിച്ചുകൊണ്ടിരിക്കണം, ആകുന്ന സമയത്തൊക്കെ കാണണം, നിർദ്ദേശിക്കുന്ന സമയത്തൊക്കെ കാണണം. അത് ഇസ്ലാമിന്റെ
നിർദ്ദേശം തന്നെയാണ്. ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. അതേസമയം ഏറ്റവും വലിയ ഡോക്ടർ അല്ലാഹുവാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ രോഗം നമ്മൾ പറയേണ്ടത് നമ്മുടെ റബ്ബിനോടാണ്. നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ നിവർത്തി വെക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിലാണ്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എണ്ണിപ്പറയേണ്ടത് നമ്മുടെ റബ്ബിന്റെ മുമ്പിലാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നില്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, റബ്ബേ നീ തന്നേച്ചാൽ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ, അതൊന്ന് വേണ്ടെന്ന് വെക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. അതിന്റെ വിശ്വാസമാണ് എന്ന് നമ്മൾ എല്ലാ നിസ്കാര ശേഷവും പറയുന്നുണ്ട് അല്ലാഹുവിനോട്. അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത, നീ എനിക്കൊരു സംഗതി തന്നാൽ, നീ എനിക്കൊരു യോഗ്യത തന്നാൽ, അല്ലെങ്കിൽ നീ എനിക്കൊരു സമ്പാദ്യം തന്നാൽ, അല്ലെങ്കിൽ നീ എനിക്കൊരു അംഗീകാരം തന്നാൽ, അതൊന്ന് പിടിച്ചു വാങ്ങി തടഞ്ഞു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിന്റെ വിശ്വാസമാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ എനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യം അത് വാങ്ങിത്തരാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയില്ല. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവനാ. വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത, എന്റെ ജീവിതത്തിൽ എന്നിൽ സംഭവിക്കുമെന്ന് നീ നേരത്തെ തീരുമാനിച്ചു വെച്ച ദുഃഖങ്ങളില്ലേ, സങ്കടങ്ങൾ, തീരുമാനങ്ങളൊക്കെ, ആ തീരുമാനങ്ങൾ തടുത്തു നിർത്താൻ പറ്റിയ ഒരു ശക്തിയും നീയല്ലാതെ വേറെയില്ല. ഇതെന്റെ വിശ്വാസമാണ്. ഇതെന്റെ വിശ്വാസമാണ്. വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത, നീ ഹുക്ം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മാറ്റിക്കുറിക്കാൻ പറ്റിയ ഒരു തിരുത്തൽ ശക്തി നിനക്ക് പകരമായി വേറെയില്ല. ഇതെന്റെ വിശ്വാസമാണ്. വലാ മുബദ്ദില ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, നിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ ഇടപെടാൻ പറ്റിയ തരത്തിലുള്ള ഒരു കരുത്തും ഒരു ശക്തിയും ഒരു ശേഷിയും വേറെയില്ല റബ്ബേ എന്ന് നമ്മളെല്ലാം നിസ്കാരത്തിന്റെ ശേഷം പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ഖൽബിൽ നിന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് എന്ന് പറയുമ്പോഴും അല്ലാഹുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും അതൊക്കെ നമ്മുടെ ഖൽബിൽ നിന്ന് പറയാൻ സാധിക്കുക. അവിടെയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ മുഴുവനും വിജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ആകാശഭൂമികളിലുള്ളതെല്ലാം ഉള്ളവരെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളിൽ നിരതനാണ്. അവന്റെ കാര്യങ്ങളിൽ അവൻ നിരതനാണ്. എന്താണ് അവന്റെ കാര്യങ്ങളിൽ അവൻ നിരതനാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ തഫ്സീറിന്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് കാണുന്നുണ്ട്. മിൻ ശൈനിഹി അൻ യുജീബ ദാഇയൻ, ചോദിക്കുന്നവന് കൊടുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ പണിയാണ്. അതിൽ അല്ലാഹു നൈരന്തര്യം അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണോ ചോദിക്കുന്നത് അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ ചോദ്യം നടന്നുകൊണ്ടേയിരിക്കണം. നമുക്കൊരു പക്ഷേ തോന്നും, ഞാൻ എത്ര സദസ്സിൽ പങ്കെടുത്തു, എത്ര മജ്ലിസിൽ ഞാൻ പങ്കെടുത്തു, എത്ര തഹജ്ജുദ് നിസ്കാരം ഞാൻ നിസ്കരിച്ചു, ഞാൻ എത്ര ചോദിച്ചു, എൻ്റെ റബ്ബ് എനിക്ക് തരുന്നില്ലല്ലോ. നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ചോദിക്കുന്നത് തരിക എന്നുള്ളതല്ല അള്ളാഹുവിന്റെ ഡ്യൂട്ടി. നമുക്ക് വേണ്ടത് തരിക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് ആണെന്ന് നമുക്ക് തോന്നുന്ന സംഗതിയേക്കാൾ നമുക്ക് അത്യാവശ്യമുള്ളത് മറ്റൊന്നാണ്. അത് റബ്ബ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മളൊരു പക്ഷേ ഒരു മോട്ടോർ സൈക്കിളാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ നിനക്കിപ്പോൾ ആവശ്യമുള്ളത് അതല്ല, ഒരു കാറാണെന്ന് റബ്ബ് തീരുമാനിച്ചെന്നിരിക്കും. അല്ല, നീ ഒരു മോട്ടോർ സൈക്കിൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ നിനക്കൊരു സൈക്കിൾ മതി, അതിലാണ് നിനക്ക് ഖൈറെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് തരിക എന്നുള്ളതല്ല റബ്ബിന്റെ ഡ്യൂട്ടി. നമുക്ക് ആവശ്യമുള്ളത് തരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തരുന്നിടത്ത് തന്നെ ഒരുപക്ഷെ
പക്ഷേ അല്ലാഹു തആല നമുക്ക് തീരുമാനിച്ചു വെച്ച ഒരു ദുഃഖത്തെ, ഒരു സങ്കടത്തെ, ഒരു രോഗത്തെ അതിനെ തട്ടിമാറ്റി നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തു എന്നിരിക്കും. അങ്ങനെ പല രൂപത്തിലാണ് അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരുക. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. രോഗത്തെക്കുറിച്ച് നമ്മൾ പറയണം, നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ കുറിച്ച് പറയണം, കടബാധ്യതകളെ കുറിച്ച് പറയണം, മരണപ്പെട്ടവരെ കുറിച്ച് പറയണം, നമ്മുടെ വേവലാതികളെ കുറിച്ച് പറയണം. ഒക്കെ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ പറയണം. ആ റബ്ബിനോട് പറഞ്ഞിട്ടേ നമ്മുടെ ഡോക്ടറോട് പറയേണ്ടതുള്ളൂ. ആ റബ്ബിനോട് പറഞ്ഞിട്ടേ ഉമ്മനോടും ബാപ്പനോടും പറയേണ്ടതുള്ളൂ. ആ റബ്ബിനോട് പറഞ്ഞിട്ടേ ഭാര്യയോടും ഭർത്താവിനോടും പറയേണ്ടതുള്ളൂ. ആ റബ്ബിനോട് പറഞ്ഞിട്ടേ മോളോടും മോനോടും പറയേണ്ടതുള്ളൂ. ആദ്യമായി നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് റബ്ബിനോടാണ്. അതിന് നമ്മൾ ഒരുക്കമല്ലെങ്കിൽ പിന്നെ അല്ലാ എന്ന വിളിയിൽ അർത്ഥമില്ല. അല്ലാ എന്ന വിളിയിൽ അർത്ഥമില്ല. അവിടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല. കാരണം കുല്ലയൗമിൻ ഹുവ ഫീ ശൈഇൻ, അവൻ അവൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനൊരു ക്ഷീണവും ഒരു ഉറക്കവും ഒന്നും സംഭവിക്കുന്നില്ല. അവൻ ചെയ്യുന്നത് അയ്യുജീബ ദാഇയൻ വയുഅ്തിയ സായിലൻ, ചോദിക്കുന്നവന് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവന് അവന്റെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊണ്ടിരിക്കുക. രോഗിയാണെങ്കിൽ അവന്റെ രോഗത്തിന് ശിഫാ നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെയാ. നമുക്കൊക്കെ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ, ആ പ്രായം കഴിയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾക്കിപ്പൊ ഞാൻ വെള്ളാമ്പുറത്ത് ചെല്ലുമ്പോൾ എന്നെ അക്കാലത്ത് കണ്ട ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അന്ന് എനിക്ക് 22ാമത്തെ വയസ്സാ പ്രായം. ഇന്ന് എനിക്ക് 52 വയസ്സ് കഴിഞ്ഞു. 52 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ശരിക്ക് താടി വന്നിട്ടില്ല, മീശ ഇങ്ങനെ പൂർത്തിയാകുന്ന ഒരു കാല. ആ ഒരു സമയത്ത് 22ാമത്തെ വയസ്സിലാണ് ഞാൻ വെള്ളാമ്പുറത്ത് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ നമ്മളെ KC അബ്ദുള്ള കുട്ടിയാക്ക് അടക്കമുള്ള കമ്മിറ്റി മെമ്പർമാരിനോട് ചോദിച്ചു കല്യാണം കഴിച്ചിട്ടുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിച്ചില്ല, പിന്നെ നിങ്ങൾക്കൊരു കല്യാണത്തിന് കൂടി പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഓല് പറഞ്ഞ് ഞങ്ങൾ 4 കല്യാണത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഉസ്താദിന്റെ കല്യാണം കൂടി ആവുമ്പോൾ 5 കല്യാണമാവും എന്ന് പറഞ്ഞാൽ ഓല് കമ്മിറ്റിക്കാരങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്രയും ഒരു സമയത്ത് നമ്മൾ വന്നു. ആ ഒരു കാലത്ത് നമ്മൾക്കുണ്ടായിരുന്ന ആ ശേഷിയും ആ കഴിവും ആ ശക്തിയുമൊക്കെ കാലക്രമേണ ക്ഷയിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ എല്ലാ മേഖലകളിലും വരും. കാരണം എന്തുകൊണ്ടെന്നറിയുമോ? അത് ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ ശരീരം അനുഭവിച്ചൊരു പഴക്കമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ശേഷി കുറയുമ്പോഴാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കുറയുന്നത് കൊണ്ടല്ല മരണം സംഭവിക്കുന്നത്. നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയോ? ഒരു മരണം നടക്കുന്നു. ആ മരണം നടക്കുന്ന സരസിൽ, ആ മരണം നടക്കുന്ന സന്നിധിയിൽ നമ്മൾ ഹാജറുണ്ടെങ്കിൽ നമുക്കറിയാം, പിന്നെ രോഗാതുരമായി മരണാസന്നനായി കിടക്കുന്ന ആ രോഗി വല്ലാതെ പ്രയാസപ്പെട്ട് ശ്വാസം ഇങ്ങനെ വലിച്ച് പ്രയാസപ്പെടുകയാണ്. അല്ലാഹു തആല എല്ലാ രോഗികൾക്കും ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയാ. അതേ സമയത്ത് ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ചിലപ്പോൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അനായാസം അവരിങ്ങനെ ഇവിടെ നിന്ന് ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ശ്വസനവായുവിന് ദാരിദ്ര്യമില്ല. ഇവിടെ അവരറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥലത്ത് കിടക്കുന്ന രോഗി ഒരിറ്റ് ശ്വസനവായു കിട്ടാൻ പ്രയാസപ്പെടും, അല്ലേ? മരണാസന്നനാകുന്നയാൾ അങ്ങനെയാ. ചുറ്റുഭാഗത്തുമുള്ള ഒരു രോഗവും പ്രയാസമില്ലാത്ത ആള് ശ്വസനേന്ദ്രിയത്തിലൂടെ സ്വസ്ഥമായി സ്വൈരമായി അയാൾ പോലും അറിയാതെ ശ്വാസം എടുക്കുന്നു, പുറന്തള്ളുന്നു. ഓക്സിജൻ അങ്ങോട്ട് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചും വിട്ടുകൊണ്ടിരിക്കുന്നു. അയാൾ പോലും അറിയുന്നില്ല. അതേ സമയത്ത് രോഗിയായി കിടക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട പിതാവ് ഒരിറ്റു ശ്വസന വായു കിട്ടുന്നതിന് വേണ്ടി, വെള്ളത്തിനല്ല,
വല്ലാതെ പ്രയാസപ്പെടുന്നു. വായുവിന്റെ ദാരിദ്ര്യമല്ല, അല്ല, പിന്നെയോ അതെടുക്കാനുള്ള ശേഷി ഈ അവയവങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അറിയേണ്ടത് രോഗത്തിന്റെ കാര്യം അങ്ങനെയാ. അതിവിടെ നിന്ന് പോകാനാകുന്ന സമയത്ത് അല്ലാഹു തആല അതിൻ്റെതായ ചില നിമിത്തങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, രോഗങ്ങളൊക്കെ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന്. അതുകൊണ്ട് റബ്ബിന് ശുക്ർ പറഞ്ഞുകൊണ്ട്, സന്തോഷം പറഞ്ഞുകൊണ്ട്, ആഫിയത്തോടുകൂടെ നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗങ്ങളിൽ നമ്മൾ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യണം. അല്ലാതെ എന്തേ റബ്ബേ ജിന്ന് എങ്ങനെയാക്കി എന്ന് പറയരുത്. കാരണം നിനക്കിന്ന് വയസ്സ് 78 അല്ലെങ്കിൽ 68 കഴിഞ്ഞ ഈ 50-60 ഒക്കെ കൊല്ലം ഒരു പ്രയാസമില്ലാതെ നീ ഇവിടെ ജീവിച്ചത്. അന്ന് നീ ഒന്നും പറഞ്ഞില്ല, ഒരു പരാതിയും പറഞ്ഞില്ല. നല്ല കരുത്തും നല്ല ആരോഗ്യവും നല്ല ശേഷിയും നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രായമായപ്പോൾ നിനക്ക് ഞാൻ ചെറിയൊരു ആരോഗ്യത്തിന്റെ ക്ഷയം തന്നപ്പോ നീ എന്തേ റബ്ബെ എങ്ങനെയാക്കിയത് എന്ന് ചോദിക്കാൻ ഒരല്പം ധൈര്യം വേണം. അതുകൊണ്ട് സൃഷ്ടാവിനോട് നന്ദികേടിന്റെ വാക്കുകൾ പറയാതെ എല്ലാ സമയത്തും റബ്ബ് നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തുഷ്ടരാകണം. നമുക്ക് വിഷമങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുൽ ലത്തീഫിനെ ഞാൻ സാന്ദർഭികമായി ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രിയപ്പെട്ട പുത്രൻ തൻ്റെ ജീവിതത്തിൽ ഒരു തുണയും തണിയുമാകേണ്ടുന്ന ഒരു സമയം, അങ്ങനെയാണല്ലോ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചു. അള്ളാഹു അതിലൊരു ഖൈർ കണ്ടിട്ടുണ്ടാകും. അത് തന്നെയാണ് ഞാൻ ഈ സദസ്സിലിരുത്തി പറയുന്നത്. അല്ലാഹു തആല അതിലൊരു ഖൈർ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണ്. എനിക്ക് 4 മക്കളാ, 5 മക്കളുണ്ടായിരുന്നു. ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയായിരുന്നു. പ്രസവത്തിലെ മരണപ്പെട്ടുപോയി. പിന്നെ ഉണ്ടായ 4 മക്കളും പെൺകുട്ടികളാ. അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ റബ്ബിനോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, റബ്ബേ എനിക്ക് ഒരൊറ്റ ആൺകുട്ടിയെ തന്നിച്ച് എന്തേ അതിച്ച് തിരിച്ചു വിളിച്ച് എൻ്റെ റബ്ബ് എനിക്ക് അതിലൊരു ഖൈർ കണ്ടിട്ടുണ്ടാകും. ഞാൻ അതുകൊണ്ട് തന്നെ തൊട്ടു പിന്നിൽ വന്ന പെൺകുട്ടികളെ കൊണ്ട് ഒരു സെക്കൻഡ് പോലും പ്രയാസപ്പെട്ടിട്ടില്ല. ഇന്ന് വളരെ സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് 11 പേരമക്കളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകളൊക്കെ അല്ലാഹു തആല സന്തോഷത്താൽ നിറക്കുമാറാവട്ടെ. ഇങ്ങനെ റബ്ബിൽ നമ്മൾ സന്തോഷം പറഞ്ഞുകൊണ്ടും റാഹത്ത് കണ്ടുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇനി അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാനുണ്ട്, ഹയ്യാലൽ സ്വലാ പറയാനുണ്ട്, ഹയ്യാലൽ ഫല പറയാനുണ്ട്. ഒക്കെ പറയാൻ ഉദ്ദേശിച്ചാ വന്നത്. പക്ഷേ വിശദീകരണം നീളുമെന്ന് ഭയപ്പെട്ട് നിങ്ങൾക്കും എനിക്കും നീളുന്നത് പ്രയാസം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, അല്ലാഹ് എന്ന് പറയുന്ന ആ വല്ലാത്ത വാക്ക്, ആ വല്ലാത്ത നാമം അതുച്ചരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുക, നമ്മൾ ആദ്യം കേട്ട വാക്കാണത്, നമ്മൾ ആദ്യം കേട്ട നാമം അതാണ്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എപ്പോഴും അല്ലാഹ് അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണമെന്നാണ്. അതിൻ്റെ അവസാനത്തെ വാക്കും അള്ളയാണ്. ആ അള്ളയിൽ തുടങ്ങി ഈ അള്ളയിൽ അവസാനിക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗം അള്ളയാൽ നിറഞ്ഞിരിക്കണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ